UDF-മായി സഹകരിക്കാനുള്ള ഇപ്പോൾ അമ്പലമല്ലയുടെ ഒരു പുതിയ ഈ രാഷ്ട്രീയ എങ്ങനെയാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിലൊക്കെ നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യം എന്താണുള്ളത്? അൻവർ DMK-യിൽ ചേരുന്നു എന്ന് വലിയ വാർത്ത ഒക്കെ നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചു, അൻവറും പറഞ്ഞു. അത് കഴിഞ്ഞ് TMC-യിൽ ചേരുന്നു എന്ന വാർത്ത വന്നു. ഇപ്പൊ UDF-ൽ ചേരുന്നു എന്ന് വാർത്ത വന്നു. ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിൽക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, അത് അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ കഴിഞ്ഞതിലൊക്കെ പ്രതികരിക്കണ്ടേ? ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ, DMK-യിൽ അൻവർ ചേരാൻ പോകുന്നു എന്ന് DMK അല്ല പറഞ്ഞത്. അൻവർ TMC-യിൽ ചേരാൻ പോകുന്നു എന്ന് TMC അല്ല പറഞ്ഞത്. അൻവർ UDF-ൽ ചേരാൻ പോകുന്നു എന്ന് നിങ്ങളും UDF-ഉം അല്ല പറയുന്നത്. അല്ല, UDF അല്ല പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്തിനാ പ്രതികരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, അതൊക്കെ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കേണ്ട കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, അൻവറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ ആക്രമണത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി വരിക. ആ ജനകീയ സമരങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിൻ്റെ പേരിൽ ഞാൻ 1-ാം പ്രതിയായിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്ത, ജാമ്യമില്ല വകുപ്പിട്ടിട്ടാണ് എനിക്കെതിരെ കേസ്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ 1-ാം സർക്കാരാണെങ്കിലും 2-ാം സർക്കാരാണെങ്കിലും അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം കേട്ടിട്ടില്ല. മാത്രമല്ല, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം, കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിൻ്റെ യോഗത്തിൽ വെച്ച് ആര്യാടൻ മുഹമ്മദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കലും ഞങ്ങളിത് സമ്മതിക്കില്ല, നിങ്ങളിത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ ചെയ്തത്, ഇവിടെ കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു. അന്നും നമ്മൾ PV അൻവറിൻ്റെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല, വസ്തുത. അത് കഴിഞ്ഞ് 2019 വന്നപ്പോൾ 2019 ഈ നിലമ്പൂര് പോത്തുകല്ല് പഞ്ചായത്ത്, കരുളായി പഞ്ചായത്ത്, വഴിക്കടവ് പഞ്ചായത്ത്, 3 പഞ്ചായത്തുകളിലേക്ക് 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ പ്രളയത്തിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ട് അവർ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് പോയൊക്കെ കാണാം. 300 ചില്ലാനം കുടുംബങ്ങൾ. അവരെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എത്ര ജനകീയ സമരങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളും നടന്നു. എന്തെങ്കിലും ആ ആദിവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വിരലനക്കാൻ ഇവർക്ക് സാധിച്ചു? ഇതൊന്നും നമ്മൾ മുൻപ് കണ്ടില്ല. ആണ്, പിന്നെന്താ? അവസാനം വാണിയമ്പുഴ പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ കോളനിയിലെ കാർക്ക്, വഴിക്കടവ് പുഞ്ചക്കൊല്ലിക്കാർക്ക് ശൗചാലയം ലഭിക്കാൻ വേണ്ടി ഞാനും വാണിയമ്പുഴ കോളനിയിലെ സുധ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയും ഹൈക്കോടതിയിൽ പോയിട്ട് നമ്മൾ വിധി വാങ്ങിച്ചിരിക്കുക. എന്നിട്ടാ ശൗചാലയം നിർമ്മിച്ചു കൊടുത്തത്. ഈ രൂപത്തിലാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി നിലമ്പൂരിലെ കർഷകരോട്, നിലമ്പൂരിലെ ആദിവാസികളോട് ഈ സർക്കാർ മുഖം തിരിച്ചു നിന്നു. വനനിയമ ഭേദഗതി ബില്ലിനോടുള്ള അഭിപ്രായം കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് വലിയ പ്രക്ഷോഭ സമരം പ്ലാൻ ചെയ്തു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഈ 4-ാം തീയതി മുതൽ 10-ാം തീയതിക്കകം എല്ലാ പഞ്ചായത്തുകളിലും വിപുലമായ കർഷക സംവാദങ്ങളും കർഷക കൺവെൻഷനും നടക്കുക. 4 പഞ്ചായത്തിൽ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 4 പഞ്ചായത്തിൽ കഴിയാൻ വേണ്ടിയിരിക്കുക. അത് കഴിഞ്ഞാൽ 15, 16 തീയതികളിൽ വിപുലമായ ജാഥ നടക്കുക. ജനുവരി 3-ാം വാരത്തിൽ 25 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഭാഗത്തു കൂടെ ഒരു വലിയ ലോങ് മാർച്ച് നടത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, അത് അറിയില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താവണം എന്നുള്ളത് ആലോചിച്ചാലല്ലേ പറയാൻ പറ്റൂ. അദ്ദേഹം നേരത്തെ DMK എന്ന് പ്രഖ്യാപിച്ചതല്ലേ, അദ്ദേഹം പിന്നെ TMC-യെ കുറിച്ച് ആലോചിച്ചതല്ലേ. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് DMK ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, TMC-യുടെ കാര്യത്തിലും TMC ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇത് UDF ആണെങ്കിൽ അത് ചർച്ച ചെയ്തിട്ട് എടുക്കേണ്ട തീരുമാനമല്ലേ.
പലർക്കും അങ്ങനെ യു ഡി എഫിലേക്ക് വരാനുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കൽ സ്വാഭാവികമാണ്, അവരുടെ ആഗ്രഹമാണ്. പക്ഷെ യു ഡി എഫിലേക്ക് എടുക്കണ്ടേ എന്നാൽ യു ഡി എഫ് ചർച്ച ചെയ്തല്ലേ തീരുമാനിക്കാൻ പറ്റും. അത് യു ഡി എഫ് അങ്ങനെ തീരുമാനം എടുത്താൽ കോൺഗ്രസ് പാർട്ടി തീരുമാനം എടുക്കണം. ആദ്യം കോൺഗ്രസ് പാർട്ടി യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടിയല്ലേ, അവരാലോചിച്ചിട്ടല്ലേ തീരുമാനിക്കുക. അല്ല, അങ്ങനെ എടുക്കുമ്പോഴല്ലേ. നിലമ്പൂർ ബൈപ്പാസ് മാത്രമാണോ തോമസിറ്റി? നിലമ്പൂർ ബൈപ്പാസ് എന്തിന്റെ പേരിലാണ് 2016 ഇവിടെ മത്സരം നടന്നത്? ആ ബൈപ്പാസിന് ഇതുവരെയായിട്ട് എത്ര വർഷമായി? 9 കൊല്ലമായി നമ്മൾ കൊണ്ടുവന്ന ബൈപ്പാസ് അതൊന്ന് പൂർത്തീകരിക്കാൻ അതിലൊരു കൊട്ട മണ്ണ് അഡീഷണൽ ഇടാൻ സാധിച്ചു. നിലമ്പൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ നിങ്ങൾ നോക്കിയേ. ഐക്യ ജനാധിപത്യമാണ് അധികാരത്തിൽ താഴെ ഇറങ്ങിയതിന് ശേഷം എന്തായി അതിന്റെ അവസ്ഥ? നിലമ്പൂരിലെ ടൂറിസം പദ്ധതി വടവറം പാലത്തിനപ്പുറത്ത്, നിലമ്പൂരിലെ ഗവൺമെന്റ് കോളേജ് എന്ത് ചെയ്തു? ഈ ഇവിടെ കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇപ്പോ അൻവർ പറയുന്നത് എന്നെ ഒന്നും ചെയ്യാൻ പാർട്ടി സമ്മതിച്ചില്ല. പാർട്ടി പറഞ്ഞത് 2 ഏരിയ സെക്രട്ടറിമാർ പത്രസമ്മേളനം നടത്തിയത് അൻവറിന്റെ കഴിവ് കേടുകൊണ്ടാണ് എന്ന്. ഞങ്ങളല്ല പറഞ്ഞു, പാർട്ടിയെ പറഞ്ഞു. അവര് നമ്മൾ തർക്കത്തില്ല. പക്ഷേ 2 കൂട്ടർ ഒരു കാര്യം സമ്മതിക്കണം, അവര് തർക്കം എന്തിന്റെ കാര്യത്തിലാണ്? തർക്കം ആരാണ് വികസനത്തിന് തടസ്സം നിന്നത് എന്ന കാര്യത്തിലാണ് ഒരു തമ്മിൽ തർക്കം. പക്ഷെ വികസനം നടന്നിട്ടില്ല എന്ന് 2 കൂട്ടർ സമ്മതിക്കല്ലേ? അല്ല, ആ 2 പേർക്കും വികസനത്തിൽ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പരസ്യം സമ്മതിക്കല്ലേ? നിങ്ങളുടെ ഇവിടെ ഒന്നല്ലേ പത്രസമ്മേളനം നടത്തിയത്? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 9 വർഷക്കാലമായി വികസനം മുരടിപ്പ് അനുഭവിക്കുന്ന നിലമ്പൂര് അതിന്റെ മോചനം സാധ്യമാവണമെങ്കിൽ നിലമ്പൂരിൽ UDF ജയിക്കണം, കേരളത്തിൽ UDFന്റെ ഒരു ഗവൺമെന്റ് വരണം. അതെനിക്കറിയില്ല.